ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാൻ പോവാണ്. 2 മാസത്തോളമായിട്ടുണ്ട് ഞാനൊരു സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. സ്റ്റഡിയൊന്നും ഇല്ലായിരുന്നു, പിന്നെ സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:20 ആയിട്ടുണ്ട്. ഞാൻ ഒരു 9:15 ആയപ്പോൾ നീച്ചതാണ്. അപ്പോൾ ഫ്രഷ് ആയി വന്നപ്പോഴേക്കും 9:25 ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, എനിക്കവിടെ ടേബിളില്ല പഠിക്കാൻ. അപ്പോൾ താഴെ പോയി ഒരു ടേബിൾ എടുത്ത് കൊണ്ടുവന്നിട്ട് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ടേബിൾ നമ്മൾ മേലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ പഠിത്തവും ജോബും ബിസിനസ്സും പിന്നെ എനിക്കും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണി തന്നെയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എല്ലാം കൂടി മാനേജ് ചെയ്യുക. ലൈക്ക് അവർ ജസ്റ്റ് സ്റ്റുഡൻസ് മാത്രമാണ്, വേറെ ഒരു പണികളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്റ്റുഡൻസ് മാത്രമായിട്ട് പോലും അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കുറേ സമയം ഫോണിലും അവിടെ ഇവിടെയൊക്കെ നോക്കി വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും സമയം കണ്ടെത്താൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു 10:30 വരെ പഠിക്കാം. ലൈക്ക് ഒരു 3/4 മണിക്കൂറെങ്കിൽ 3/4 മണിക്കൂർ, 10:30 വരെ പഠിക്കാം. എന്നിട്ട് എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വൈകിട്ടായിരിക്കും പഠിക്കുക, വൈകിട്ടും രാത്രി. അപ്പോൾ നമുക്ക് വേഗം പഠിക്കാൻ തുടങ്ങാം. ഞാനാണെങ്കിൽ ഇപ്പോൾ AAA പേപ്പറാണ് ചെയ്യുന്നത് അലയൻസിൽ. അപ്പോൾ AAA എന്ന് പറയുന്ന ഫുള്ള് തിയറി പേപ്പർ. പോരാത്തതിന് എനിക്കാണെങ്കിൽ കുറേ ക്ലാസ് മിസ്സാവുകയും ചെയ്തു. അപ്പോൾ ആദ്യം തൊട്ടിരുന്ന് എല്ലാതും ഒന്ന് വായിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യണം. ഇനിയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം പോലും ഇല്ല എക്സാമിന്. 1-ാം തീയതി, അതായത് ഡിസംബർ 1-ാം തീയതിയാണ് എക്സാം വരുന്നത്. പിന്നെ ACC എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ടഫായൊരു കോഴ്സൊന്നുമല്ല. ലൈക്ക് ഡിഫിക്കൽട്ടാണ്, കുറച്ചൊക്കെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ തല കുത്തി നിന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാമിന് ഒരു മാസം മുന്നെങ്കിലും കറക്റ്റായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ നോർമൽ മൈൻഡിൽ ഇരുന്ന് പോയിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ പാസ്സാവും. പിന്നെയും കുറേ പേര് എക്സാമിന് ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒറ്റ ടിപ്പേ നിങ്ങൾക്ക് എക്സാമിന് തരാനുള്ളൂ: ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം കണ്ടാൽ അപ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ഒരു 10:25 ആയത്. ഇനിയിപ്പോൾ ഈ ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങിയാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ പോകാൻ വേണ്ടി റെഡി ആവട്ടെ. പോയി വന്നതിന് ശേഷം ഇനി ബാക്കി പഠിക്കുള്ളൂ. ഓക്കെ. കാർ ഈ ഇടയ്ക്കൊന്ന് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് നിലമ്പൂർ നമ്മുടെ മാരുതിയുടെ ഷോറൂം വരെ പോകണം. ഞാനും അച്ഛനും ഉണ്ട്. അപ്പോൾ ഷോറൂമിൽ എത്തിയപ്പോഴാണ് ഞാനിവർ ഈ പുതിയ വണ്ടി കാണുന്നത്. എന്തോ വിക്ടോറിസ് എന്തോ ആണ് പേര്. അത് നമ്മുടെ ബ്രസേൻ്റെ കുറച്ചും കൂടി വലുത്, ഗ്രാൻഡ് വിറ്റാറിനെക്കാട്ടിലും കുറച്ചുകൂടി വലുത്. നല്ല വണ്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടീൻ്റെ മൈലേജ് ഒന്ന് നോക്കിയത്. ഈ ചെറിയ വണ്ടിക്ക് നമുക്ക് കിട്ടുന്ന 10 മൈലേജാണ്. 10, 11, 12 അതിൻ്റെ മുകളിലൊന്നും കിട്ടാറേ ഇല്ല. നിങ്ങൾ ഇഗ്നിസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം തീർത്ത് കടയിലേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൊച്ചി പഠിക്കുന്ന ടൈമിൽ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് കയറ്റി വിട്ടതാണ്. അപ്പോൾ ആ ഒരു കൊറിയർ എടുത്ത് നേരെ വീട്ടിലേക്ക് എത്തും. തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൾസ് ചെയ്യാനുണ്ട്. അങ്ങനെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമ കാണാം. കുറേ ദിവസമായി സിനിമ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ധനുഷിൻ്റെ കർണൻ എന്ന് പറഞ്ഞ സിനിമയാണ് കാണുന്നത്. പിന്നെ കുറേ ദിവസമായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഡൈസിറെ കണ്ടായിരുന്നു. അടിപൊളി സിനിമ ആയിട്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ചാണ്. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, അല്ലാതെ നമ്മൾ OTT ഒന്നും കണ്ട വലിയ രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 4:15 ആയപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങാനായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ടൈലർ കുറച്ച് ഷർട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി ബട്ടൺസ് വെക്കാൻ അവിടെ ബട്ടൺ ഹൗസിൽ കൊടുത്താൽ അവർ ചെയ്തു തരും. 18 രൂപ എന്തോ ആണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. താഴത്തെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മേലത്തെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ടൈലറിംഗ് യൂണിറ്റിൻ്റെ പണി നടക്കുന്നുള്ളൂ. എന്നാലും തൽക്കാലം ഈ സൈഡിലെ റൂം ഉണ്ടല്ലേ, ഇവിടെ അത്യാവശ്യം ടൈലറിംഗ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ തയ്ക്കുന്നത്. നമ്മുടെ ഈ ഒരു ഷോപ്പിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വ്യൂ ആണ്. നോക്കി, ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് പുഴയും അതിൻ്റെ അപ്പുറത്ത് ചെറിയ കാടും. അപ്പോൾ നമുക്ക് താഴത്ത് റൂം നോക്കിയാലും മേലത്തെ റൂം നോക്കിയാലും അത് കാണാം. അപ്പോൾ അതും നമുക്ക് ഗ്ലാസ് ഇട്ട്, ആ സ്റ്റെയർസൊക്കെ ഗ്ലാസ് ഇടാൻ തന്നെ നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാൻ അധികം വീഡിയോസിൽ നമ്മുടെ ഷോപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ തന്നെ ബ്രാൻഡ്, അതായത് നമ്പ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബ്രാൻഡിൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടൈലറിംഗ് യൂണിറ്റും ഉണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങളുടെ സൈസും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതാണെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഓൾറെഡി തയ്ച്ച് വെച്ച കുറച്ച് എണ്ണത്തിൽ ലേബിൾ ചെയ്യാനും പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്തു. പിന്നെ ഞാനൊരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഡബിളിലൊക്കെ യൂസ് ചെയ്ത ടിപ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അന്നൊന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടുക. അപ്പോൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആവും, ഇത് ചെയ്യണം, ഇന്ന് അവൻ ഇത്ര ചെയ്തു, അപ്പോൾ ഞാൻ ഇത്രയും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും അത്യാവശ്യം പാസ്സാവാനുള്ള സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ബിസിയാണ്. അപ്പോൾ ഈ ലൂയിസിനൊന്നും വിടാനേ പറ്റാറില്ല. എൻ്റെ സങ്കടം അവൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഏതായാലും ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ആ സിനിമ കണ്ട് തീർത്തു. അങ്ങനെ ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല, കാരണം ഇത് റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നല്ലൊരു മൂവിയായിരുന്നു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബൈക്കൊന്ന് സർവീസിന് കൊടുത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ബൈക്ക് എടുക്കണം. അപ്പോഴാണ് ഞാൻ നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കിയത്. കുടുംബശ്രീക്കാർ വന്നിട്ട് എല്ലാം നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് പൾസർ. അപ്പോൾ ഇതിന് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കുട്ടപ്പനാക്കി എടുക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ വർക്ക് തീർത്തിട്ട് വേണം ഇനി ബാക്കി പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴാണ് എനിക്ക് ഒരു 1.5 മണിക്കൂറും കൂടി ഇന്ന് പഠിക്കണമെന്നുണ്ട്. അതാണ് ആഗ്രഹം. പിന്നെ ബാക്കി സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ നമുക്ക് വേഗം ബാക്കി വർക്ക് ചെയ്ത് തീർക്കാം. വർക്ക് എന്ന് പറയുമ്പോൾ കുറേ പേരിനോട് ചോദിച്ചു എന്ത് വർക്കാണ് ചെയ്യുന്നത്. കാരണം ഞാൻ 9 ഏപ്രിൽ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കറൻ്റ് ഇൻസ്റ്റൽ ലേണിംഗ് ഹബ്ബിൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് കോഴ്സ് അഡ്വൈസർ എന്നൊക്കെ പറയാം, പക്ഷേ സെയിൽസാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മേനെ ഷോപ്പിൽ കൊണ്ടുപോയാക്കാനായി. അമ്മ സ്കൂളിൽ വിട്ട് വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പിന്നെ ഷോപ്പിൽ പോവുക ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയി വന്നു. കാരണം രാവിലെ തൊട്ടേ ഓട്ടല്ലേ, ഭയങ്കര ടയർഡായി. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ഇപ്പോൾ 6:45 അപ്പോൾ ഒരു 8 മണി വരെയെങ്കിലും പഠിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വരുമെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ടൈം ആണെങ്കിൽ നമുക്ക് വേഗം പഠിക്കാതിരിക്കാം. തിയറി ആയിട്ട് കുറേ പേര് ഈ കാണാപ്പാടം പഠിച്ചു പോകും. പക്ഷെ കാണാപ്പാടം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ആ രീതിയിൽ എഴുതാൻ പറ്റില്ല. പ്രത്യേകിച്ച് P ലെവലൊക്കെ അങ്ങനെ എഴുതിയെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ എന്തെങ്കിലും റോ പോയിന്റ്സ് അല്ലെങ്കിൽ ജനറൽ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കും. സിനാരിയോ ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊക്കെ എഴുതി വെക്കും. ഒരു മാർക്ക് പോലും കിട്ടാൻ പോകുന്നില്ല അതിനൊന്നും. അതൊക്കെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് എക്സാമിനേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നോട്ട്സൊക്കെ ഒന്ന് വായിക്കും, എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ പഠിച്ചു പോകാമല്ലോ. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും നല്ല അടിപൊളി മെൻറ്റർഷിപ്പ് സെഷൻസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒപ്പം തന്നെ ചെയ്ത് അവർ അപ്പം തന്നെ റിവ്യൂ ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നമ്മുടെ മിസ്റ്റേക്സ് തിരുത്തി പോകാൻ പറ്റും. അങ്ങനെ ഒരു 7:30 വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കാനും തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 15 മിനിറ്റ് പവർ നാപ്പൊക്കെ എടുത്തിട്ട് പിന്നെ എഴുന്നേറ്റ് ഒന്ന് പഠിക്കാമെന്ന്. അങ്ങനെ ഒരു 8:10 ആയപ്പോൾ നമ്മൾ നീച്ചു. പക്ഷേ ഇനി എനിക്ക് അങ്ങനെ വായിക്കാനുള്ളൊരു മൂഡില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫാക്കൽറ്റി എടുക്കുന്ന ക്ലാസ്സസോ അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇരുന്ന് കാണുകയാണെങ്കിൽ നാളെ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റീട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്നും കൂടി മെമ്മറിയിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സമയം 8:30 ആയി. നമ്മൾ പൊതുവേ ഈ ഒരു ടൈമിലാണ് കട അടയ്ക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് അമ്മേനെ കൊണ്ടുവരണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 41 മിനിറ്റ് ഇതിൽ 41 മിനിറ്റ് നോക്കണ്ട. അത് ഞാൻ കുറേ സ്കിപ്പ് അടിച്ചായിരുന്നു. ഇതിൽ ലൂസ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സ്കിപ്പ് അടിക്കും. എന്നിട്ട് കാണേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ വേഗം പോയി അമ്മേനെ കൊണ്ടുവരാം കടയിൽ പോയപ്പോഴാണെങ്കിൽ നാളെ എന്ത് സ്റ്റിച്ച് ചെയ്യണം, അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ ഒരുവിധം മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ബേസിക്കായിട്ട് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും ഒക്കെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണാനില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മേനെയും കൂട്ടി വീട്ടിലേക്ക് വിട്ടു. രാത്രി കഴിക്കാൻ ചോറ്, മോര് കറി, പിന്നെ ഒരു കഷ്ണം മീൻ, ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ലൈറ്റ് ഡിന്നറായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ആ ക്ലാസ്സിൻ്റെ ബാക്കി കാണാനുണ്ട്. അപ്പോൾ അതിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്നായാലും ഞാൻ ഈ ക്ലാസ് കണ്ടു തീർത്തിട്ടേ കിടന്ന് ഉറങ്ങുന്നുള്ളൂ. ഇപ്പോൾ ജിമ്മിനും കാര്യങ്ങൾക്കും ഒന്നും പോകാറില്ല. വീട്ടിൽ തന്നെ ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. അതും ഇപ്പോഴത്തെ എൻ്റെ റൊട്ടീൻ കണ്ടില്ലേ, കുറച്ച് ഹെക്ടിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി വർക്കൗട്ടും കൂടി കുത്തിത്തിരിക്കാനുള്ളൊരു എന്താ പറയുക, സമയവും ഇല്ല, എനർജിയും ഇല്ല.
നിങ്ങളെൻ്റെ പഴയ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു സൈക്കോളജി കോഴ്സിന് പഠിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ എക്സാമിന് അമ്മയ്ക്ക് A ഗ്രേഡ് കിട്ടി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു കേക്ക് മുറിക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ കാർമൽ ബേക്കറിയിൽ പോയിട്ട് നല്ലൊരു അടിപൊളി കേക്കും കൊണ്ട് വന്നു. ഞാനാണെങ്കിൽ എന്തായാലും വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കേക്ക് കൊണ്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് 2 പീസ് കേക്ക് കൊടുത്ത് കഴിച്ചു. പക്ഷെ നമുക്കങ്ങനെ കുറേ സമയം കേക്കിൻ്റെ പിന്നിൽ നടക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന് ക്ലാസ് തന്നെ കാണാൻ പോവാം. ഈ AAA പേപ്പർ എന്ന് പറയുന്നത് ACCA തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പാസ് റേറ്റ് കുറവുള്ള പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും P ലെവലല്ലേ, ഇതുവരെ ഒന്നും ഫെയിൽ ആയിട്ടുമില്ല. അപ്പോൾ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഫാക്കൽറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അലൻ സാറ് അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് എടുത്തു തന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ ക്ലാസ്സിനും ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ മേഴ്സൂഖ് സാറിൻ്റെ ക്ലാസ് കാണുമ്പോൾ അതും അടിപൊളി, ഒന്നിനൊന്നും മെച്ചെന്ന് പറയില്ലേ അതേപോലെ. പിന്നെ അതിൻ്റെ ഒപ്പം മെൻറ്റർഷിപ്പും എനിക്ക് ആവശ്യത്തിന് റിസോഴ്സസ് എല്ലാതും ഉണ്ട്. പഠിക്കാൻ ടൈം മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ഇന്നത്തേക്കുള്ള പഠിത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഈ വീഡിയോസൊക്കെ ലാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കുറച്ചെന്തെങ്കിലും എഡിറ്റ് ചെയ്ത് വെക്കണം. എന്നാലല്ലേ 2 ദിവസത്തിനുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റഡി വ്ളോഗ്? നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.